വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി കേരളത്തിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ റാപ്പറും ഗാനരചയിതാവുമാണ്. 2020-ൽ വോയിസ് ഓഫ് ദ വോയ്സ്ലെസ് എന്ന തന്റെ ആദ്യ സംഗീത വീഡിയോയിലൂടെയാണ് അദ്ദേഹം പ്രശസ്തി നേടിയത്. ജാതിവിവേചനം, വർണ്ണവിവേചനം, സാമൂഹിക അനീതി, അടിച്ചമർത്തപ്പെട്ടവരുടെ പോരാട്ടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ശക്തമായ വരികളിലൂടെ വേടൻ ശ്രദ്ധ നേടി. ജീവിതരേഖ. ജനനം: ഹിരൺദാസ് മുരളി കേരളത്തിലെ തൃശൂരിലാണ് ജനിച്ചത്. കുടുംബം: അദ്ദേഹത്തിന്റെ അമ്മ ശ്രീലങ്കയിലെ ജാഫ്നയിൽ നിന്നുള്ള ഈഴം തമിഴാണ്. ശ്രീലങ്കൻ യുദ്ധകാലത്ത് ഊട്ടിയിലേക്ക് കുടിയേറിയ അവർക്ക് പിന്നീട് ഇന്ത്യൻ പൗരത്വം ലഭിച്ചു. അച്ഛൻ മുരളി പുലയ സമുദായത്തിൽപ്പെട്ട ഒരു മലയാളിയാണ്. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള സ്വപ്നഭൂമി എന്ന കോളനിയിലാണ് വേടൻ വളർന്നത്. സംഗീത ജീവിതം: ചെറുപ്പം മുതലേ വേടന് സംഗീതത്തോട് താൽപ്പര്യമുണ്ടായിരുന്നു. സ്കൂൾ വേദികളിൽ പാടുമായിരുന്നു. വേടൻ എന്ന പേര് അദ്ദേഹം തന്റെ സമൂഹത്തിലെ വേട്ടക്കാരായിരുന്ന ആളുകൾക്ക് ആദരസൂചകമായി സ്വീകരിച്ചതാണ്. ആദ്യകാലങ്ങൾ റാപ്പർ എന്ന നിലയിൽ പ്രശസ്തനാകുന്നതിനു മുമ്പ് വേടൻ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംവിധായകനും എഡിറ്ററുമായ ബി. അജിത് കുമാറിനൊപ്പം സ്റ്റുഡിയോ ബോയ് ജോലി ചെയ്തിട്ടുണ്ട്. രാജീവ് രവി സംവിധാനം ചെയ്ത കമ്മട്ടിപ്പാടം എന്ന സിനിമയിൽ ചെറിയൊരു വേഷവും ചെയ്തിട്ടുണ്ട്. പ്രശസ്തി: 2020-ൽ വോയിസ് ഓഫ് ദ വോയ്സ്ലെസ് എന്ന റാപ്പ് ഗാനം പുറത്തിറങ്ങിയതോടെയാണ് വേടൻ ശ്രദ്ധിക്കപ്പെട്ടത്. ജാതീയത, നിറം, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പോരാട്ടങ്ങൾ എന്നിവയെക്കുറിച്ച് ഈ ഗാനം തുറന്നു സംസാരിച്ചു. മറ്റ് ഗാനങ്ങൾ പിന്നീട് ഭൂമി ഞാൻ വാഴുന്നിടം, വാ തുടങ്ങിയ ഗാനങ്ങളും പുറത്തിറക്കി. ഈ ഗാനങ്ങളും സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. 2021-ൽ നായട്ട് എന്ന മലയാള സിനിമയിലെ നരബലി എന്ന ഗാനത്തിനും അദ്ദേഹം വരികളെഴുതി. മഞ്ജുമ്മൽ ബോയ്സ് 2024-ൽ പുറത്തിറങ്ങിയ ഹിറ്റ് ചിത്രം മഞ്ജുമ്മൽ ബോയ്സിലെ കുതന്ത്രം എന്ന ഗാനത്തിന് വരികളെഴുതുകയും ആലപിക്കുകയും ചെയ്തതോടെ വേടൻ കൂടുതൽ പ്രശസ്തനായി. സുഷിൻ ശ്യാമുമൊത്തുള്ള ഈ സഹകരണം അദ്ദേഹത്തിന് വലിയ അംഗീകാരം നേടിക്കൊടുത്തു. വേടൻ തന്റെ റാപ്പ് ഗാനങ്ങളിലൂടെ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയും സ്വന്തം ശബ്ദം താഴ്ന്ന വിഭാഗക്കാർക്കു വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു കലാകാരനാണ്.